ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലാസ്റ്റ് മൊഡ്യൂളിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഈസ്റ്റർ 1916 ആണ്. അത് WB ആണെന്ന് ഈസ്റ്റർ 1916 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതിൽ സ്റ്റാൻസ വൈസ് സമ്മറി, അതൊരു പോവമാണ്. അതിൻ്റെ സ്റ്റാൻസ വൈസ് സമ്മറി നോക്കാം. സ്റ്റാൻസ 1 പോയം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് ഓർത്തെടുക്കുകയാണ്. പീപ്പിൾ ഹൂ വർ കിൽഡ് ഇൻ അപ്രൈസിങ്. ഈസ്റ്റർ അപ്രൈസിങ്ങിൻ്റെ ഭാഗമായി മരിച്ചുപോയ ആളുകളെ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആളുകളെ കുറിച്ച് ഓർക്കാണ് ഇവിടെ പോയിറ്റ് WB Yeats. ദ പോയിറ്റ് മെറ്റ് സം ഓഫ് ദം യൂഷ്വലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ആ ഒരു ദിവസത്തിൻ്റെ അവസാനങ്ങളിൽ പോയിട്ട് അവരൊക്കെ കാണാറുണ്ടെന്ന് പറയാണ്. ആഫ്റ്റർ വർക്ക് ദേ യൂസ് ടു കം ഔട്ട് വിത്ത് ദ ബ്രൈറ്റ് eyed ഫേസസ് ഫ്രം ബിഹൈൻഡ് എ കൗണ്ടർ ഓർ എ ഡെസ്ക്. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദാറ്റ് ദീസ് പീപ്പിൾ ആർ ക്വൈറ്റ് ഹാപ്പി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ ഈ മരിച്ചുപോയതിൽ പലരും ആരായിരുന്നു? സാധാരണ ഓർഡിനറി ആയിട്ടുള്ള പണിക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെ എല്ലാ ദിവസങ്ങളും വൈകുന്നേരമൊക്കെ ആര് കാണാറുണ്ട്? പോയിട്ട് മുൻപ് കണ്ടിട്ടുണ്ട്. അവർ പണിയെടുത്തൊക്കെ ആണെങ്കിലും കഷ്ടപ്പാടൊക്കെ ആണെങ്കിലും അവസാനം അവർക്ക് വളരെ സന്തോഷമായിരുന്നു എന്നാണ് പറയണത്. അതായത് ഒരു ദിവസം അവസാനിക്കുമ്പോൾ എന്ന് പറയണം. Yeats says that whatever he crossed paths with them, he acknowledged them with a side road of hurt or some ഇമ്മോറൽ കോൺവെർസേഷൻ എന്ന് പറയാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ചെറിയ ചെറിയ ടോക്സ് സംസാരിക്കാറൊക്കെ ഉണ്ട് ഈ പീപ്പിളായിട്ടെന്ന് പറയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഫണ്ണി സ്റ്റോറി, ചിലപ്പോൾ ഫണ്ണി ആയിട്ടുള്ള സ്റ്റോറികൾ പറയും. സം ടോൺസ് ടു ടെൽ ഹിസ് ഫ്രണ്ട്സ്. അങ്ങനെ ഈച്ചിന് ഇഷ്ടമായിരുന്നു ഇവരോട് സംസാരിക്കാൻ. കാരണം ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവർ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ഈ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ഈച്ചിനെ എവിടെ ചെന്ന് ക്ലബ്ബിൽ ചെന്നിട്ട് കുറച്ചും കൂടി ഉയർന്ന എലൈറ്റ് ക്ലാസ്സിനോട് പറഞ്ഞ് ചിരിക്കാം. അങ്ങനെയൊക്കെയായിരുന്നു. ഹിയർ ദ പോയിറ്റ് അഡ്മിറ്റ്സ് ദാറ്റ് ഹി യൂസ് ടു മേക്ക് ഫൺ. അപ്പോൾ ഇവിടെ പോയിറ്റ് പറയുകയാണ്, അദ്ദേഹം സത്യത്തിൽ പറഞ്ഞ ഒരു തമാശ കഥാപാത്രങ്ങളായിട്ട് ഈ ആളുകളെ കാണാറുണ്ട് എന്ന് പറയാണ്. ആ ലൈൻ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഹി ഓപ്പൺലി അഡ്മിറ്റ് ചെയ്യുന്നു ഹി വാസ് നോട്ട് ദ അഡ്മയർ ഓഫ് ദീസ് റവല്യൂഷണറീസ് ബിഫോർ ദെയർ മാർട്ടിഡം. ആൾ തുറന്നു പറയാണ്, ഈ വിപ്ലവകാരികൾ, റവല്യൂഷണറീസ് എന്ന് പറഞ്ഞാൽ വിപ്ലവകാരികൾ, നോർമലായിട്ടുള്ള ഈ ഒരു പീപ്പിള്, ഇവരോട് വലിയ ആരാധനയോ അഡ്മിറേഷനോ ഒന്നും ആർക്കുണ്ടായിരുന്നില്ല. ആദ്യത്തിൽ WB Yeatsന് ഉണ്ടായിരുന്നില്ല. പക്ഷേ എപ്പോഴാണോ ഇവർ രക്തസാക്ഷികളാവണത്, കൊല ചെയ്യപ്പെട്ടത്, അപ്പോഴാണ് ഇവരോട് ഒരു എന്താ പറയുക താല്പര്യവും ഒരു ആരാധനയൊക്കെ ആർക്ക് തോന്നുന്നത്? നമ്മുടെ WB Yeatsന് തോന്നുന്നത്. ഇപ്പോൾ അവരൊക്കെ കൊല ചെയ്യപ്പെട്ടു, ഹൊറിബിളായിട്ടുള്ള കൊലപാതകങ്ങളുണ്ടായി. അപ്പോൾ പോയിറ്റിന് ഭയങ്കര ഒരു വിഷമം തോന്നുകയാണത് ആ ഒരു സമയത്ത് എന്ന് പറയാണ്. മോട്ട്ലി റെഫേഴ്സ് ടു വൈബ്രൻറ്റ് ക്ലോത്ത്സ് വോൺ ബൈ ദ ക്ലൗൺസ് ആൻഡ് ജസ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ മോട്ട്ലി എന്നൊരു വാക്ക് കാണാൻ പറ്റും. എന്താണ് മോട്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗൺസ്, അതായത് കോമാളികളും ജസ്റ്റേഴ്സൊക്കെ ധരിക്കുന്ന ഒരുപാട് കളർഫുള്ളായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിനെയാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത്? മോട്ട്ലി എന്ന് പറയുന്നത്. അതൊന്ന് ഓർക്കട്ടോ. പിന്നെ ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്, മെറ്റണമി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈസ്റ്റർ റെബലിയൻ്റെ മുൻപ് ആളുകളൊക്കെ ഭയങ്കര സമാധാനത്തോടെയായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. ആ സമയത്താണ് ഈസ്റ്റർ റെബലിയൻ വരുന്നത്. ഈസ്റ്റർ റെബലിയൻ അതുകൊണ്ട് തന്നെ മോട്ട്ലി ക്ലോത്ത്സ് എന്ന് വേണമെങ്കിൽ പറയാം. വൈബ്രൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ അവിടെ ഉണ്ടായി എന്ന് പറയാം. അതാണ് പറയണത് റെബലിയൻ ബൈ റെഫറിങ് ടു. ഇവിടെ മോട്ട്ലി ക്ലോത്ത്സ് അല്ലെങ്കിൽ മോട്ട്ലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? റെബലിയനെയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അപ്പോൾ മെറ്റണമി ഈസ് എ ഫിഗർ ബൈ സ്പീച്ച് വിത്ത് എ തിങ് ഓർ ഐഡിയ ഈസ് റെഫർ ടു. ഏതെങ്കിലും ഒരു വസ്തു റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇത് മെറ്റണമി എന്ന് പറയുന്നത്. ഇവിടെ റെബലിയനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താ? റെബലിയൻ ബിഫോർ ഈസ്റ്റർ റെബലിയൻ ബൈ റെഫറിങ് ടു മോട്ട്ലി ക്ലോത്ത്സ്. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, ഈസ്റ്റർ റെബലിയന് മുൻപ് വളരെ സന്തോഷത്തോടെയാണ് ഈ ജനങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അവർ മോട്ട്ലി ആയിട്ടുള്ള ക്ലോത്ത്സ്, അതായത് വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ്. എന്നാൽ ഹാപ്പി ആയിരുന്നു അവരെന്ന് കാണിക്കാനാണ്. ഓക്കെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് റെബലിയന് ശേഷം. ഓക്കെ. അപ്പോൾ മെറ്റണമി നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് മോട്ട്ലി ടു റെഫർ ടു ഹാപ്പി സ്പിരിറ്റ് ഓഫ് ദ ടൈം ബിഫോർ ദ റവല്യൂഷണറീസ് വർ കിൽഡ്. ഈ വിപ്ലവകാരികൾ കൊല ചെയ്യപ്പെടുന്നതിന് മുൻപ് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. അതിനെയാണ് മോട്ട്ലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരിക്കലും വിട്ടുപോകരുത് കേട്ടോ. ഇനി എ ട്രാജിക് ഡിഗ്നിറ്റി റിട്ടേൺ ടു അയർലാൻഡ് ആസ് ഈസ്റ്റർ 1916. പക്ഷേ ഒരു ദുരന്തം എന്നോണം ഈസ്റ്റർ 1916 വന്നു. അവിടെ എന്തെന്നാണ് വിളിക്കുന്നതിനെ? ടെറിബിൾ ബ്യൂട്ടി വാസ് ബോൺ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ റിബൽസ് അച്ചീവ്. റിബൽസ് അതായത് വിപ്ലവകാരികൾക്ക് ഗ്രേറ്റ്നസ്, ഹീറോയിസം, ബ്യൂട്ടി വിത്ത് ദെയർ മാർട്ടിഡം. ഇത് പലരും മരിച്ചു രക്തസാക്ഷികളായപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഗ്രേറ്റ്നസ്, ഹീറോയിസം ഒക്കെ ലഭിച്ചു.
ടെറിബിൾ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? സാക്രിഫൈസ് മെയ്ഡ് ബൈ ദ റിബൽസ് ഓഫ് ദെയർ മാർട്ടിയർഡം റിസൾട്ടഡ് ഇൻ അവേക്കണിങ് അയർലൻഡ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് വിത്ത് ഗ്രേറ്റ് വിഗർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ അത് എക്സ്പ്രഷനെ കുറിച്ച് പറയുന്നുണ്ട്. ടെറിബിൾ ബ്യൂട്ടി ഈസ് റിപ്പീറ്റഡ് 3 times ഇൻ ദ പോവം. 3 പ്രാവശ്യം ഈ ടെറിബിൾ ബ്യൂട്ടി എന്നുള്ള ടേം കാണാം. ടെറിബിൾ ഇവിടെ റെഫർ ചെയ്യുന്നത് എന്തിന്? ടെറിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭയാനകമായ. ആ ഒരു ബ്യൂട്ടി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കൊല ചെയ്യപ്പെട്ടു ആര്? റിബൽസ്. അതാണ് അവിടെ സജസ്റ്റ് ചെയ്യുന്ന ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ പിറ്റി, സാഡ്നസ്, ഫിയർ ഒക്കെയാണ്. ഈ ബ്യൂട്ടി ഇവോക്ക് ചെയ്യുന്നത് എന്താണ്? ഇവരിൽ ഈ ആളുകൾ കൊല ചെയ്യപ്പെട്ടു സ്വന്തം നാടിന് വേണ്ടി. അപ്പോൾ ആ ഓണർ, പ്രൈഡ്, റൊമാൻറ്റിക് ഇമാജിനേഷനൊക്കെയാണ് ഇവിടുത്തെ ബ്യൂട്ടി. അപ്പോൾ ടെറിബിൾ ബ്യൂട്ടി എന്താണെന്ന് മനസ്സിലായിട്ടിരിക്കണം കേട്ടോ. ടെറിബിൾ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഓക്സിമറോണിന് എക്സാമ്പിളാണെന്ന് പറയുക. കാരണം ടെറിബിൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങൾ അടുത്ത് വരുമ്പോൾ പോയറ്റിക് ഡിവൈസ് ഏതാണ്? ഓക്സിമറോൺ ആണ്. അതാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ബീയിങ് ടെറിബിൾ ആൻഡ് ബ്യൂട്ടിഫുൾ. ഒരേ സമയം ഈ റെബലി എന്ന് പറഞ്ഞാൽ ടെറിബിളും ആണ്, അതുപോലെ തന്നെ ബ്യൂട്ടിഫുള്ളും ആണ്. ടെറിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അത്രയും ഭയപ്പെടുത്തുന്ന രീതിയിൽ അവരെ കൊല ചെയ്യപ്പെട്ടു. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇവരൊക്കെ ഒരു മരണശേഷം രക്തസാക്ഷിത്വം വന്നപ്പോൾ ഇവരൊരു ഉയർച്ചയിലേക്ക് എത്തി എന്നതാണ് കേട്ടോ. അപ്പോൾ അത്ര കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇവിടെ വാഗൺ ട്രാജഡി, നമുക്കുണ്ടായ ട്രാജഡി ഏതാ? വാഗൺ ട്രാജഡി ഉണ്ട്. ജാലിയൻവാല ബാഗ് മസാക്കറൊക്കെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട കൂട്ടക്കൊലകളാണ്. ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ് ഈസ്റ്റർ 1916 എന്നും നമുക്കിവിടെ പറയാം. ഇവിടെ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ സെൽഫ് സാക്രിഫൈസ് ആണ് അവർ ഇവിടെ നടത്തുന്നത്. ഇവിടെ പോയറ്റിക് ഡിവൈസസ് സൈസ് മെറ്റണമി, ഓക്സിമറോൺ ആണ് കാണാൻ പറ്റുന്നത്. ഇനി സ്റ്റാൻസ 2 ഓഫ് ദ പോയത്തിൽ എന്താ പറയുന്നത്? പോയറ്റ് ടോക്ക് അബൌട്ട് ദ ഫ്യൂ റെവല്യൂഷണറീസ്. കുറച്ച് പേരാൾക്ക് വ്യക്തിപരമായിട്ട് അറിയാം, അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആ പേരൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. കോൺസ്റ്റൻറ്റ് മാർക്കീസ് എന്ന് പറഞ്ഞൊരു വുമൺ, അവരുടെ കാര്യം പഠിച്ചു വയ്ക്കുക. അവരെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തെ റെവല്യൂഷണറി ഈച്ച് മെൻഷൻ ചെയ്യുന്ന പാട്രിക് വിയേഴ്സ് ആണ്. അവരാരാണ് എന്താണെന്നൊക്കെ പഠിച്ചു വയ്ക്കുക. ദെൻ പിന്നെ കുറച്ച് റെവല്യൂഷണറീസിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. ഇതിലൊരു റീഫ്രെയിൻ പോയറ്റിക് ഡിവൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് വായിക്കാം കേട്ടോ. മൂന്നാമത്തെ സ്റ്റാൻസയിൽ എന്ന് പറയുന്നത് പോയം ഈസ് ഡെഡിക്കേറ്റഡ് ടു ഡിപ്പിക്റ്റിംഗ് ദ അൺവെയറിംഗ് വിൽ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് റെവല്യൂഷണറീസ്. ഇവരുടെ അർപ്പണ മനോഭാവം, ഇവരെത്രത്തോളം നാടിനു വേണ്ടി, അതൊക്കെയാണ് മൂന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. അവരുടെ ഒരേ ഒരു ഉദ്ദേശം, അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണ്? അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം മാത്രമാണെന്ന് പറയാണ്. അപ്പോൾ അവരുടെ ഹൃദയത്തിനെ നമുക്ക് സ്റ്റോണുമായിട്ട് കമ്പയർ ചെയ്യാമെന്ന് പറയാണ്. കാരണം അത് അത്രയും ഉറച്ചു നിൽക്കുകയാണ് അവരുടെ ഇതിന് വേണ്ടി മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഓഫ് ഇൻസർജൻസ് ത്രൂ ദ ഇമാജിനറി ഓഫ് നാച്ചുറലി ഫോംഡ് സ്റ്റോൺ ഇൻ എ ഫ്ലോയിങ് സ്ട്രീം എന്നൊക്കെ പറയാം. ഇവിടെ സീസൺസ് ആയിട്ടുള്ള സമ്മർ, വിൻ്ററൊക്കെ പോകുന്നുണ്ട്. ഹോഴ്സസ് പാസിങ് അലോങ് ദ സൈഡ് ഓഫ് ദ സ്ട്രീം, ചേഞ്ച് ബേർഡ്സ് ആൻഡ് ക്ലൗഡ്സ് എന്നൊക്കെ പല മാറ്റങ്ങൾ. അതൊക്കെ ഒന്ന് വായിച്ചു കേട്ടോ. ഇവിടെ എന്നാലും അതിനൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും സ്റ്റോണായിട്ട് ഇവിടെ കാണുന്നത് എന്താണ്? അവരുടെ മനസ്സാണ്. ലാസ്റ്റ് ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോൺ ഈസ് എ സിമ്പിൾ ഓഫ് സിംഗിൾ മൈൻഡ്നെസ് ആൻഡ് ഫേവർ ഓഫ് റിബിൽസ്. അവർ ഉറച്ചു നിൽക്കുകയാണ് വിപ്ലവകാരികളുടെ. അവർ മരിച്ചാലും ശരി, അവരുടെ നാടിന് എന്ത് വേണം? സ്വാതന്ത്ര്യം വേണം. ലാസ്റ്റ് സ്റ്റാൻസ 4 എന്ന് പറയുന്നത് ഈസ്റ്റിൻ്റെ സംശയമാണ്. ഒരുപാട് സംശയങ്ങളാണ് അദ്ദേഹത്തിന് വരുന്നത്. വെൻ പീപ്പിൾ ഡെലിക്കേറ്റ് ദെയർ എൻ്റയർ ലൈഫ് ടു സിംഗിൾ കോസ് ദെയർ ഹാർട്ട്സ് ക്യാൻ ടേൺ റിജിഡ്. അവരുടെ മനസ്സ് ഒന്നുകൂടെ റിജിഡ് ആവില്ലേ എന്ന് പറയാണ്. സ്റ്റോൺ പോലെ ആവില്ലേ, കല്ല് പോലെയൊക്കെ ആവില്ലേ എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സംശയങ്ങളൊക്കെയാണ്. ഒരു പ്രൊലോങ്ഡ് കമ്മിറ്റ്മെൻറ്റ് ടു പൊളിറ്റിക്കൽ കോസസ് ആൻഡ് കോൺസ്റ്റൻറ്റ് സാക്രിഫൈസസ് ക്യാൻ ടേൺ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോയറ്റ് ഇവിടെ വണ്ടർ ചെയ്യാണ് വെദർ ദീസ് സാക്രിഫൈസസ് ആർ ഇനഫ് ടു ഫുൾഫിൽ എയിം ഓഫ് റെവല്യൂഷൻ. പോയറ്റ് വീണ്ടും സംശയമാണ്, ഈ ഒരു ത്യാഗം കൊണ്ട് മാത്രം എന്താണ് റെവല്യൂഷണറീസിൻ്റെ ആ ഒരു എയിം ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെ ലാസ്റ്റ് സെക്ഷനിൽ വി ക്യാൻ സീ ദ പോയറ്റ് വൺസ് അഗെയിൻ കണ്ടംപ്ലേറ്റിംഗ്, ഒരിക്കൽ കൂടുതൽ മരണത്തെ കുറിച്ച് വിലപിക്കുന്നു. ആൻഡ് ദ സാക്രിഫൈസ് ഓഫ് ദ പീപ്പിൾ ദാറ്റ് ഹി യൂസ് ടു നോ, അതിനെക്കുറിച്ചൊക്കെ. ഹി തിങ്സ് അലൗഡ് റിമാർക്സ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് നൈറ്റ് ഫോൾ. സഡൻലി ഹി ക്ലാരിഫൈസ് ദാറ്റ് ഹി ഈസ് നോട്ട് ലിറ്ററലി ടോക്കിംഗ് അബൌട്ട് ദ നൈറ്റ് ബട്ട് ഡെത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അടുത്തത് അപ്പോൾ ഇവിടെ ഒരു കളേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. വെനെവർ ഗ്രീൻ ഈസ് ബോൺ ദീസ് പീപ്പിൾ വിൽ റിമെമ്പേർഡ്. ദ കളർ ഗ്രീൻ റെപ്രസെൻറ്റ് അയർലാൻഡ് ഇറ്റ്സ് കൾച്ചർ. ഗ്രീൻ കളർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നു? അയർലാൻഡിനെയും അവരുടെ കൾച്ചറിനെയും. He concludes the poem with the same refrain used earlier, providing uniformity to the structure of the poem. So refrain ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാം വായിക്കണം കേട്ടോ. എല്ലാം പറയാൻ എനിക്ക് നേരമില്ല. ദെൻ ക്രിറ്റിക്കൽ റിവ്യൂ ഒന്ന് വായിച്ച് നോക്കുക. ഇവിടെ W.B. Yeatsനെ കുറിച്ചാണ്. അദ്ദേഹം നാഷണലിസ്റ്റാണ്, ദേശസ്നേഹിയാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്.
ഐഡിയോളജിക്കൽ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ ഈറ്റ്സ് ആൻഡ് റെവല്യൂഷണറീസ് സ്കിൽഡ് ഇൻ ദ അപ്രൈസിംഗ് ഇസ് ക്വൈറ്റ് ഒബീരിയസ്. ആദ്യമൊന്നും ഈ ഒരു ഞാൻ ആദ്യമേ പറഞ്ഞു റെബലിയസ് ആയിട്ടുള്ള പീപ്പിളിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ കൊല ചെയ്യപ്പെട്ടപ്പോഴാണ് അവരോട് ആ ഒരു ആത്മബന്ധവും അല്ലെങ്കിൽ ആരാധനയും ആർക്ക് വരുന്നത്, WB ഈറ്റ്സിന്. അങ്ങനെ ഈ ഒരു പോയത്തിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത് ഈറ്റ്സ് ട്രൈങ് ടു കം ടു ദ ടേംസ് വിത്ത് റിയലൈസേഷൻ ദാറ്റ് ദർ ആർ സർട്ടൻ പീപ്പിൾ ഹു പ്രയോറിറ്റൈസ് പബ്ലിക് ഗുഡ് ഓവർ പേഴ്സണൽ സേഫ്റ്റി. ഈറ്റ്സിന് മനസ്സിലാവാണ് ചില ആളുകളുണ്ട് സ്വന്തം കാര്യം നോക്കാതെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഹി അക്നോളജസ് എവരി വൺ ഹു ലോസ് ദെയർ ലൈഫ്. അത് ജോൺ മാക്ബ്രൈഡ് വരെ ഇവിടെ പറയുന്നുണ്ട് ബ്ലഡ് ഷെഡിനെ കുറിച്ചൊക്കെ. അതൊക്കെ അദ്ദേഹത്തിന് ഷോക്കായിരുന്നു. WB ഈറ്റ്സ് എന്ന് പറയാണ്. എ ക്ലോസ് റീഡിംഗ് റിവീൽസ് സർട്ടൻ ആംബിവാലൻസ് ഇൻ ദ പോയറ്റിക് വോയിസ്. Again and again we see a man who is struggling to understand the sacrificial action of his friends that he himself would never do. അപ്പോൾ ഈറ്റ്സ് ചിന്തിക്കുകയാണ് എന്തൊരു വലിയ സാക്രിഫൈസാണ് അവർ ചെയ്തത്, ഞാനാണെങ്കിൽ അത് ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ ആൾ പിന്നെ സംശയമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ദാറ്റ് ഈസ് പുഷിംഗ് ഹിം ടു ദ ക്വസ്റ്റ്യൻ ടു മച്ച്. ഹി വാസ് സ്റ്റാൻഡിങ് ഇൻ സൈലൻസ് വെൻ ഹി പിയേഴ്സ് വർ ബീയിങ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കണം എൻ്റെ കൂടെയുള്ളവരൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായപ്പോൾ ഞാൻ മാറിക്കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്, അവരത്രയും മഹത്വമുള്ളവരാണെന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ വക്കിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ആ റിബൽസിൻ്റെ മാർട്ടിഡത്തെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. മോഡ്ഗോൺ സിവിയർലി ക്രിറ്റിസൈസ് ഈസ് ഫോർ ഹിസ് വ്യൂ ഓഫ് ഹീറോസ് ഹു എംബ്രേസ്ഡ് മാർട്ടിഡം. ഹി ക്ലെയിംഡ് ദാറ്റ് ദീസ് മെൻ were not sterile fixed minds but served Ireland with varied. അപ്പോൾ ഇവിടെ ഇവർ ഭയങ്കര ഫിക്സഡ് ആയിട്ടുള്ള പീപ്പിളാണ് എന്നൊക്കെ ഇവിടെ ഒരു എന്താ പറയുക ഒരു വാക്ക് ഇവിടെ നമ്മുടെ മാഡ്ഗോൺ പറയുന്നുണ്ട്. അപ്പോൾ അല്ല ഈറ്റ്സ് പറയുന്നുണ്ട്. പക്ഷെ അത് മാഡ്ഗോണിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാണ്. അവസാനത്തെ സ്റ്റാൻസ് നോക്കി. again we see a man who is struggling to understand the sacrificial action ഓഫ് ഹിസ് ഫ്രണ്ട്സ് ദാറ്റ് ഹി മെയ്ഡ് നെവർ ഡു. ഞാൻ നേരത്തെ പറഞ്ഞു ഈറ്റ്സിനറിയാം ഫ്രണ്ട്സ് ചെയ്ത പോലെ അദ്ദേഹം ഒരിക്കലും ചെയ്യില്ല. മേ ബി ദാറ്റ് ഈസ് ബൈ പുഷിംഗ് ഹിം ടു ക്വസ്റ്റ്യൻ ടു മച്ച്. ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ സൈഡ്ലെസ് വെൻ ഹിസ് പിയേഴ്സ് വർ ബീയിങ് പാർട്ട് ഓഫ് ഹിസ്റ്ററി. അദ്ദേഹം മാറിയിരുന്നു. ഫ്രണ്ട്സൊക്കെ എന്താണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ചരിത്രത്തിൻ്റെ ഭാഗമായി. ഹി റിപ്പീറ്റഡ്ലി എംഫസൈസ് ചെയ്യുന്നുണ്ട് ദ ഫാക്ട് ദാറ്റ് ഓൾ ദീസ് പീപ്പിൾ ഹാവ് ബീൻ ട്രാൻസ്ഫോംഡ്. എല്ലാവരും മാറി. ഇറ്റ് ഇംപ്ലൈസ് ദ ഹീറോയിക് സ്റ്റാച്ചർ ദാറ്റ് ദേ ഹാവ് അച്ചീവ്ഡ് ദ വേ എന്താണ് the way achieved and the way they have altered the political landscape. It seems as if the poet slightly regret his misgivings regarding the rebels' readiness to achieve martyrdom. അപ്പോൾ ആ ഒരു രക്തസാക്ഷികളായോട് അദ്ദേഹത്തിന് വിഷമം തോന്നുകയാണെന്ന് പറയണം. അതേസമയം മോഡ്ഗോൺ എന്ന് പറഞ്ഞ ലേഡി ഈറ്റ്സിൻ്റെ ആദ്യത്തെ ഒരു ലവറായിരുന്നു. പക്ഷെ മാരി ചെയ്യുന്നില്ല. പിന്നെ ഈ മോഡ്ഗോൺ മാരി ചെയ്യുന്നത് മാക്ബ്രൈഡ് എന്ന് പറഞ്ഞ ഒരാളെയാണ്. അദ്ദേഹവും ഈ ഒരു വിപ്ലവത്തിൽ മരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഡ്ഗോണ് ഈറ്റ്സിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം ഈറ്റ്സിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഹീറോസ് ഹു എംബ്രൈസ്ഡ് മാർട്ടിഡം. ഈ ഒരു ഹീറോകളെ, അതായത് രക്തസാക്ഷികളായിട്ടുള്ള ഹീറോകളെ കുറിച്ച് WB ഈറ്റ്സ് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ കുറ്റപ്പെടുത്തിയിട്ടാണ് മാഡ്ഗോൺ പറയണത്. ഷീ ക്ലെയിംഡ് ദാറ്റ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ വർ നോട്ട് സ്റ്റെറൈൽ ഫിക്സഡ് മൈൻഡ്. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സ്റ്റെറൈലായിട്ടുള്ള, അതായത് ഫെർട്ടിലിറ്റി ഒന്നും ഇല്ലാത്ത, അതായത് ഒന്നും അല്ലാത്ത ഫിക്സഡ് മൈൻഡ് അല്ല. പക്ഷെ അവർ ആർക്ക് വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്? അല്ലാതെ കല്ല് പോലെ വെറുതെ നിന്നതല്ല. അവർ നിലകൊണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ അയർലാൻഡിലാണ്. വിത്ത് വാരിഡ് ഫാക്കൾട്ടീസ് ആൻഡ് വിവിഡ് എനർജി. നല്ല എനർജിയുമായിട്ടാണ്. അപ്പം ഇത് ഇവിടെ WB ഈറ്റ്സ് പറഞ്ഞു കല്ല് പോലെ നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പരാമർശം മാഡ്ഗോണിന് ഇഷ്ടമായില്ല. അതാണ് അവരിങ്ങനെ പറഞ്ഞത്. ടു ഹെർ അവരെന്താ പറഞ്ഞത്? ദേ വർ ദ മെൻ ഓഫ് ജീനിയസ്. മാഡ്ഗോണിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു റെബലിയനിൽ പങ്കെടുത്ത വിപ്ലവകാരികൾ ജീനിയസ് ആയിട്ടുള്ള പീപ്പിളാണ്. അവരുടെ മനസ്സ് എന്ന് പറയുന്നത് എന്താ? ലാർജ്, വളരെ വലിയ, കോംപ്രിഹെൻസീവ്, എല്ലാവരെയും മനസ്സിലാക്കുന്ന, സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ആക്റ്റീവ് മൈൻഡ്സ് ആണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം റീക്യാപ്പ് നിങ്ങൾ വായിച്ചു വെക്കുക. ഓക്കെ. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് നോക്കുക. ദെൻ അസൈൻമെൻറ്റിൻ്റെ ഒരു 14 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 14 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും കൂടെ ഞാൻ സെൻഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്റർ. ദെൻ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ജോർജ് ഓർവെലിൻ്റെയാണ്. അപ്പോൾ ഇതിലെ കീ ടേംസ് കൊളോണിയലിസം, ഹാങ്ങിങ്, ഇൻഹ്യൂമൻ ജെസ്റ്റർ. അപ്പോൾ അതൊക്കെ നോക്കണം കേട്ടോ. ദെൻ സമ്മറി. ഹാങ്ങിങ് എന്ന് പറഞ്ഞത് ആരുടെയാണ്? ജോർജ് ഓർവെലിൻ്റെയാണ്. അത് പബ്ലിഷ് ചെയ്തത് ഏത് മാഗസീനിലാണ്? എഡൽഫി മാഗസീനിൽ 1931 മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ബർമയിലുണ്ടായി. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇൻ ദ 1920s കേട്ടോ. എസ്സേ പബ്ലിഷ് ചെയ്യുന്നത് റിലീസ് റിയൽ നെയിം എറിക് ബ്ലെയറിലാണ്. ഇൻസ്റ്റെഡ് ഓഫ് റിക് ബ്ലെയർ എന്ന പേരിൽ തന്നെയാണ് ഈ എസ്സേ പബ്ലിഷ് ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പെൻ നെയിം ആയിട്ടുള്ള ജോർജ് ഓർവെല്ലല്ല. ഓക്കെ.
ഇനി അത്ര കാര്യങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കഷൻ സെക്ഷൻ പഠിക്കുക. ഒരു സമ്മറി ഹാങ്ങിങ് എന്ന് പറയുന്നത് എന്താ ഓഫ് ജയിൽ ഇൻ ബർമ. ബർമയുടെ ഒരു ജയിൽ കാട്ടിക്കൊണ്ടാണ് ഒരു മഴ പെയ്യുന്ന ദിവസം പീപ്പിൾ ഗ്യാദർ ചെയ്യുന്നു ഇൻമേറ്റ്സ് ഓഫ് ജയിൽ. അപ്പം എനിക്ക് ഇത് ഓർത്തെടുക്കട്ടോ. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ ഒരാൾ തൂക്കിക്കൊല്ലാൻ കൊണ്ടുവരുന്നതും ആ തൂക്കി കൊന്നതിന് ശേഷം അവർ സുഖമായിട്ട് അപ്പുറത്ത് നിന്ന് ബാക്കിയുള്ളവർ ഫുഡ് കഴിക്കുന്നതും ഒക്കെ. അതാണ് ഹാങ്ങിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സമ്മറി ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ സമ്മറി നല്ലപോലെ വായിക്കുക. ക്രിട്ടിക്കൽ അനാലിസിസ് നോക്കാം. അത് നോക്കിയേ. ദ സ്റ്റോറി ഓഫ് ഹാങ്ങിങ് ആരുടെയാണ്? ജോർജ് ഓർവെലിൻ്റെയാണ്. ദ സ്റ്റോറി ഓഫ് എ മാൻ ബീയിങ് റിച്വലിസ്റ്റിക്കലി ഹാങ്ഡ്. മതപരമായിട്ടാണ് തൂക്കിക്കൊല്ലുകയാണ്. വിത്തൗട്ട് എനി ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ്. പക്ഷെ ആർക്കൊരു സങ്കടമോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. അപ്പോൾ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സ്റ്റോറി ഒരു നോവൽ പോലെയാണോ അല്ലെങ്കിൽ അത് റിയൽ ആയിട്ടുള്ള സ്റ്റോറിയാണോ എന്നൊക്കെ. ജോർജ് ഓർവെൽ ഇതിനെപ്പറ്റി എന്താ പറഞ്ഞത്? ഫിക്റ്റീഷ്യസ് അക്കൗണ്ടാണ്. ഇത് റിയലായിട്ട് നടന്നതല്ല, നോവൽ പോലെയാണെന്നാണ് പറഞ്ഞത്. കാരണം ബ്രോഡ് ടു വിഗൺ പയറിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് എന്താ? വാച്ച്ഡ് എ മാൻ ഹാങ്ഡ് വൺസ്. ഒരിക്കലും ഒരാൾ തൂക്കിക്കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ് സീം ടു മീ വേഴ്സ് ദാൻ 1000 മർഡേഴ്സ്. 100 കൊലപാതകത്തേക്കാൾ വിഷമകരമായിട്ടാണ് എനിക്കത് തോന്നിയത് എന്ന് പറയാണ്. ഇവോക്ഡ് സം കോൺട്രവേഴ്സി ഓഫ് ദ റിയലിസ്റ്റിക് ആൻഡ് ഫിക്റ്റീഷ്യസ് നേച്ചർ ഓഫ് ദ സ്റ്റോറി. അപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ ഒരു സ്റ്റോറി യഥാർത്ഥത്തിൽ ഉണ്ടായതാണോ അത് അല്ലെങ്കിൽ ഇതൊരു സാങ്കല്പികം മാത്രമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് പറയണം. എന്തായാലും സെൻട്രൽ തീം ഓഫ് ദ സ്റ്റോറി നോക്കുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? പ്രിപ്പറേഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഫോർ ഹാങ്ങിങ്. അത് തന്നെയാണ് ഇതിൻ്റെ തീം. എല്ലാ ഒരു ജയിലിലെ ആളുകൾ തയ്യാറാവുകയാണ് ഒരാളെ തൂക്കിക്കൊല്ലാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും. ദ വിവിഡ് ആൻഡ് മെറ്റിക്കുലസ് ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. വിവിഡ് ആയിട്ടുള്ളതും മെറ്റിക്കുലസ് ആയിട്ടുള്ളതും സ്റ്റോറിയിൽ പ്രൊവൈഡ് എ റിയലിസ്റ്റിക് എക്സ്പോഷർ ടു ദ റീഡേഴ്സ്. ദ നെറേറ്റഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ക്ലൈമറ്റ്. ആ ക്ലൈമറ്റ് അവിടെ എന്താണ്? ഒരു റെയിനി ഡേ ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയണം. മേക്ക് ദ റീഡേഴ്സ് ഇമോഷണലി ബോണ്ടഡ് വിത്ത് ദ സ്റ്റോറി. അലോങ് വിത്ത് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി എ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഓഫ് ദ സെറ്റിംഗ് നമുക്ക് കാണാൻ പറ്റും ടു ദ റീഡേഴ്സ്. ഓർവെൽ എന്താണ്? കണ്ടംഡ് മെൻ ഇൻ ഓർഡർ ടു റെഫർ ടു പ്രിസണേഴ്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓർവെൽ കണ്ടംഡ് മെൻ, മനുഷ്യത്വം ഇല്ലാത്തവർ എന്നൊക്കെ പറയുന്നുണ്ട് ജയിൽ അതോറിറ്റീസിനൊക്കെ. ദ ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഓർവെൽ പ്രൊവൈഡ്സ് ഈസ് ദാറ്റ് പ്രിസൺ ഇൻമേറ്റ്സ് ആർ ടു ബി ഹാങ്ഡ് വിത്തിൻ വീക്സ്. അതിലെ പല പ്രിസണേഴ്സിനും ആഴ്ചകൾക്കുള്ളിൽ തൂക്കിക്കൊല്ലാൻ പോകാമെന്ന് പറയണം. ഇവിടെ പിന്നെ നമുക്കിതിൽ ഈ തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് പഠിക്കണം കേട്ടോ. അദ്ദേഹം ഒരു ഹിന്ദു ആണ്, ഷേവ്ഡ് ഹെഡാണ്, വേഗ് ഐസാണ്, റെസ്ലെസ്നെസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കീപ്സ് ഹിസ് കമ്പോഷർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നല്ല സമാധാനപരമായിട്ടിരിക്കുന്നു. ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഹിസ് ഹാങ്ങിങ് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? റാം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹു ഹാസ് ബീൻ പണിഷ്ഡ് ബൈ ദ ബ്രിട്ടീഷ് അതോറിറ്റീസാണ് അയാളെ തൂക്കിക്കൊല്ലാൻ പോകുന്നത്. ഒരു കാരണവുമില്ല, വിത്തൗട്ട് എനി റീസൺ ആണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയാണ്. വെറുതെ ഒരു ആവശ്യമില്ലാതെ തൂക്കിക്കൊല്ലാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ചാൽ ആ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സമയം 8 മണി, അതൊന്ന് ഓർത്തിരിക്കുക. പ്രോസസ് ഓഫ് ഹാങ്ങിങ് ഒക്കെ തയ്യാറായി. ജയിലറിൻ്റെ പേര് പഠിക്കുക. എന്താണ്? ജയിലർ ഒരു ഫാറ്റ് ആയിട്ടുള്ള ദ്രവീഡിയൻ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. എല്ലാം ഒന്ന് വായിക്കാം. ദെൻ സ്റ്റോറി എംപ്ലോയീസ് അവസാനത്തെ 2 പാരഗ്രാഫുകളൊക്കെ ഒന്ന് നല്ലപോലെ വായിച്ച് അവസാനിപ്പിക്കുക. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ റീക്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വായിക്കുക. ദെൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ മറ്റ് അസൈൻമെൻറ്റിലെ ക്വസ്റ്റ്യൻസ് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ്. ഓക്കെ, താങ്ക് യു.